അങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ കേരള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ പേര് കായൽ കേരള റെസ്റ്റോറൻറ്റ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കൊച്ചിൻ സ്പൈസസ് എന്ന പേരിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിറയെ അവർ മ്യൂറൽ പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന അടിപൊളി കഥകളിയുടെ പെയിൻറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ജഗതി ചേട്ടനുണ്ട്, ലാലേട്ടനുണ്ട്, ശ്രീനിവാസനുണ്ട്, സ്പടികം സിനിമയുടെ ഒരു കൊളാഷ് ഉണ്ട്, പോരാത്തതിന് നമ്മുടെ സലീമേട്ടനും ഉണ്ട്. ഇതൊക്കെ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന വഴിയിൽ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ മലയാള തനിമയുള്ള ചിത്രങ്ങൾ മാത്രമല്ല, നല്ല ഫുഡും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് അവരുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വൃത്തിയും ഉണ്ട്. അവരുടെ മെനു കാർഡിൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. നമ്മളെന്തായാലും വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ സദ്യയും ചട്ടിച്ചോറും ദം ബിരിയാണിയും പിന്നെ ഫിഷ് വെറൈറ്റി ഒക്കെ കഴിക്കണം എന്നുള്ളവർക്ക് എന്തായാലും പോയി നോക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഒക്കെ എത്തി. പൊറോട്ട, നെയ്ച്ചോറ്, ബീഫ് റോസ്റ്റ്, പിന്നെ ഒരു ബീഫ് ബിരിയാണി. പൊറോട്ടേനേക്കാളും ആ നെയ്ച്ചോറും ബീഫ് റോസ്റ്റും കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ടൈപ്പ് മീനും കൂടി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ കഠിന പ്രയത്നത്തിനൊടുവിൽ നമ്മൾ വാങ്ങിയ എല്ലാ ഫുഡും കഴിച്ചു തീർത്തിട്ടുണ്ട്. എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും വേസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവന്ന എല്ലാ പാത്രങ്ങളും നമ്മൾ കാലിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒന്നും കൂടി കഴിക്കണം, നല്ലോണം അങ്ങ് നിറയട്ടെ. കഴിച്ച് വയറ് നല്ല ഫുള്ളാണെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. പക്ഷെ കണ്ടില്ലേ, ഇപ്പം ഈ കൊണ്ടുവരുന്നത് അവിൽ മിൽക്കാണ് കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന സാധനമാണിത്. അപ്പോൾ ഇവിടെ കിട്ടുമെന്നറിഞ്ഞപ്പോൾ വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. പിന്നെ ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നിട്ടാണ് ഇതും കൂടി നമ്മൾ കഴിച്ചു തീർത്തത്. എല്ലാം കഴിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇവിടെ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കണം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ഫുഡ് തന്നെയാണ്. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.